സ്വാഗതം. ഞാൻ ശ്യാം പ്രസാദ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നുള്ള കൺസെപ്റ്റുമായിട്ടാണ്. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള ഈ കൺസെപ്റ്റിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതുപോലെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, അതുപോലെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അതുപോലെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഒട്ടനവധി മെത്തേഡുകളുണ്ട്. അതിൽ നമ്മൾ പ്രധാനമായിട്ട് ഒരു 3 മെത്തേഡുകളാണ് ഇവിടെ പഠിക്കുന്നത്. ഒന്നാമത്തത് ഡയറക്റ്റ് ഇന്റഗ്രേഷൻ മെത്തേഡ് എന്താണ്, അതുപോലെ വേരിയബിൾ സെപ്പറബിൾ ഫോം എന്താണ്, അതുപോലെ ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ സോൾവ് ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന കൺസെപ്റ്റിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ഉപയോഗപ്രദമാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇഷ്ടമായില്ലെങ്കിൽ മറക്കാതെ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. എല്ലാവരും റെഡി അല്ലേ? അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള കാര്യമാണ്. എന്താണ് അതിന്റെ ഡെഫിനിഷൻ, പിന്നെ അതിന്റെ എക്സാമ്പിൾസ് എന്താണ്. ഓക്കെ, സോ നമ്മുടെ ഡെഫിനിഷൻ ഇതാണ്: an equation which involves derivatives or differential coefficients is called a differential equation. അതായത് എന്താ പറഞ്ഞത്, ഒരു ഇക്വേഷൻ അതിനുള്ളിൽ നമുക്ക് ഡെറിവേറ്റീവിന്റെ കോഎഫിഷ്യൻസോ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. ഇനി എപ്പോഴാണ് ഒരു ഇക്വേഷൻ ആണ് നമ്മൾ പറയുക? നമ്മൾ ഇക്വേഷൻസ് ഒക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ x plus y equal to 3. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഇവിടെ എഴുതുകയാണ്. x plus y equal to 3 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതൊരു ഇക്വേഷൻ ആണ്. പക്ഷെ നേരെ മറിച്ചിട്ട് x plus y less than equal to 3 ഇങ്ങനെ എഴുതിയാൽ അതൊരു ഇക്വേഷൻ ആണോ? അല്ല, അതൊരു ഇൻഇക്വാലിറ്റി ആണ്. അപ്പൊ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു ഇക്വാലിറ്റി ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഇതിലൊക്കെ നോക്കിക്കുക, എക്സാമ്പിൾ എഴുതിയതിലൊക്കെ നമുക്ക് ഇക്വാലിറ്റി കാണാം. അതുകൊണ്ട് ഇതൊക്കെ ഇക്വേഷൻസ് ആണ്. ഇനി അത് എന്ത് ടൈപ്പ് ഇക്വേഷൻ ആണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതെന്തുകൊണ്ട്? അതിലൊക്കെ ഡെറിവേറ്റീവ് കാണുന്നുണ്ട്. dy/dt ഡെറിവേറ്റീവ് ആണ്. അതുപോലെ ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്, d2y/dx². ഇവിടെ dy/dx കാണുന്നുണ്ട്, ഇവിടെ dy/dx കാണുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഈ ഡെഫിനിഷനിൽ പറഞ്ഞത്. എന്താണ്? an equation which involves derivatives or differential coefficients, അതിനെ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ്സ് എന്ന് പറയും, is called a differential equation. അപ്പോൾ ഒരു ഇക്വേഷന്റെ അകത്ത് ഒരു ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റോ അല്ലെങ്കിൽ ഡെറിവേറ്റീവോ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറയും? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഓരോ എക്സാമ്പിൾസ് ഒക്കെ എഴുതാം. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, അതൊരു ഇക്വേഷൻ ആയിരിക്കണം, അതിന്റെ അകത്ത് ഡെറിവേറ്റീവ് ഇൻവോൾവ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്നുള്ള കൺസെപ്റ്റ് ആണ്. വളരെ സിമ്പിൾ ആയ ഒരു കൺസെപ്റ്റ് ആണ്. നമുക്ക് നോക്കാം. ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താ പറയുന്നത്? ദ ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ദ ഓർഡർ ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് അപ്പിയറിംഗ് ഇൻ ദ ഇക്വേഷൻ. അതായത് നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ അതിന്റെ അകത്ത് വരുന്ന ഡെറിവേറ്റീവിന്റെ ഏറ്റവും വലിയ ഓർഡർ ഏതാ നോക്കുക, അതായിരിക്കും ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ എന്താണ്? d2y/dx² plus 3dy/dx plus 2y equal to 0. അപ്പൊ ഇതിൽ നോക്കിക്കേ, ഇതിലെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് dy/dx എന്ന് പറയുന്നത്. അതിന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് എന്ത്? d2y/dx² എന്ന് പറയുന്നത്. അപ്പൊ അതിലെ വലിയ ഓർഡർ ഏതാണ്? സെക്കൻഡ് ഓർഡർ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്താണ്? 2 ആണ്. അതാണ് ഇവിടെ എഴുതിയത്. ഓർഡർ ഓഫ് ദ ഇക്വേഷൻ ഈസ് 2. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, ഇക്വാലിറ്റി ഉണ്ട്, അത് ഇക്വേഷൻ ആണ്, അതിൽ ഡെറിവേറ്റീവ് അപ്പിയർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതുപോലെ അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ, ഇതിൽ ഇക്വാലിറ്റി ഉണ്ട്, അപ്പൊ ഇതൊരു ഇക്വേഷൻ ആണ്, മനസ്സിലായി. അതുപോലെ ഇതിൽ ഡെറിവേറ്റീവ് കാണുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിൽ dy/dx എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ആണ്. dqy/dx³ എന്ന് പറയുന്നത് എന്താണ്? തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. സെക്കൻഡ് ഓർഡർ കണ്ടുപിടിച്ച് അതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ വലിയ ഓർഡർ ഏതാണ്? തേർഡ് ഓർഡർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ദ ഓർഡർ ഓഫ് ദ ഇക്വേഷൻ ഈസ് 3. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. ഇത് എക്സാമിന് 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി എന്താന്നുള്ള കൺസെപ്റ്റ് ആണ്. വളരെ സിമ്പിൾ ആയ കൺസെപ്റ്റ് ആണ്. എന്താ പറഞ്ഞത്? ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ദ ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് ദ ഡിഗ്രി ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് വെൻ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ്സ് ആർ മെയ്ഡ് ഫ്രീ ഫ്രം റാഡിക്കൽസ് ആൻഡ് ഫ്രാക്ഷൻസ്. അതായത്
ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഏതാണോ അതിന്റെ പവർ എന്താണോ വരുന്നത് അതാണ് അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, റാഡിക്കൽസോ ഫ്രാക്ഷൻസ് ഒന്നും ആയിട്ട് എഴുതാൻ പാടില്ല ഇക്വേഷനെ, അതായത് റൂട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ മാറ്റി ഇതേ രൂപത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനത്തെ ഒരു എക്സാമ്പിൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ചെയ്തു നോക്കാം. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കേ, ഇവിടെ 4d³ y/dx³ -3 × dy/dx all square -3y = 0. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഈക്വാലിറ്റി കാണുന്നുണ്ട്, ഇക്വേഷൻ ആണ്, ഇതിൽ ഡെറിവേറ്റീവ് കാണുന്നുണ്ട്, അതുകൊണ്ട് ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇനി നോക്കേണ്ടത് ഇതിലെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഏതാണ്? ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് dqy/dx³ ആണ്. അത് തേർഡ് ഓർഡർ ആണ്. അപ്പൊ ഇതിന്റെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്താന്ന് വെച്ചാൽ എന്താ നമ്മൾ പറയാ? 3 ആണ്. നമ്മളുടെ ഓർഡർ അല്ല ഇവിടെ കണ്ടത്, നമുക്ക് ഡിഗ്രി ആണ് കണ്ടത്. അപ്പൊ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടിട്ട് അതിന്റെ പവർ എത്രയാണ് നോക്കണം. അപ്പൊ ഇവിടെ dy/dx എന്ന് എഴുതിയപ്പോൾ അതിന് ബ്രാക്കറ്റ് കൊടുത്തിട്ട് പവർ 2 എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ട് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് 1 ആണെന്നാണ്. അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് 1 ആണെന്നാണ്. അപ്പൊ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ പവർ ഇവിടെ എത്രയാണ്? 1 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദ ഡിഗ്രി ഓഫ് ദ ഇക്വേഷൻ ഈസ് 1. ഇത്രയും സിമ്പിൾ ആണ് കാര്യം. ഇനി അടുത്ത നോക്കിക്കേ, അടുത്ത ഇക്വേഷൻ നോക്കിക്കേ, x × dqy/dx³ all square +2 × d²y/dx² +4 × dy/dx all square = 0. അപ്പൊ ഇതിലെ ഏറ്റവും വലിയ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഓർഡർ ഉള്ള ഡെറിവേറ്റീവ് ഏതാണ്? തേർഡ് ഓർഡർ ആണ്. ഇത് സെക്കൻഡ് ഓർഡർ ആണ്, ഇത് ഫസ്റ്റ് ഓർഡർ ആണ്, അതിലും വലുതാണ് തേർഡ് ഓർഡർ. അപ്പൊ ഈ തേർഡ് ഓർഡർ ഉള്ള ഡെറിവേറ്റീവിന്റെ പവർ എന്താ ഇവിടെ വന്നത്? 2 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദ ഡിഗ്രി ഓഫ് ദ ഇക്വേഷൻ ഈസ് 2. ഇനി ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എത്രയാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? 3 ആണ് വരിക. ഓർഡർ 3 ആണ് വരിക, ഡിഗ്രി 2 ആണ് വരിക. ആ വ്യത്യാസം മനസ്സിലാക്കണം. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഏറ്റവും വലിയ ഡെറിവേറ്റീവ് ഏതാ നോക്കുക, അതാണ് അതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ആ ഏറ്റവും വലിയ ഡെറിവേറ്റീവിന്റെ പവർ എന്താണ് വരുന്നത് അതാണ് അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡിഗ്രി എന്താന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് ഡിഗ്രി കണ്ടുപിടിക്കുന്ന അടുത്ത ഒരു എക്സാമ്പിളിലേക്ക് പോകാൻ. കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. Find the degree of the differential equation y = x dy/dx plus √1 plus dy/dx all square. അപ്പോൾ അത് ഡയറക്റ്റ് പോയിട്ട് നോക്കിയിട്ട് ഇതിലെ വലിയ ഡെറിവേറ്റീവ് dy/dx ആണല്ലോ, അതിന്റെ പവർ 2 ആണല്ലോ, അതുകൊണ്ട് ഇവിടെ 2 കാണുന്നുണ്ട്, അങ്ങനെ അങ്ങോട്ട് എഴുതരുത്. ചിലപ്പോ അത് ഭാഗ്യവശാലൊക്കെ ശരിയായിന്നേ വരുള്ളൂ, ചില കേസിൽ മാത്രമേ അങ്ങനെ ശരിയാവുള്ളൂ. അപ്പൊ അങ്ങനെ റൂട്ടൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ റൂട്ടൊക്കെ ഒഴിവാക്കിയിട്ട് കൊണ്ടുവരണം. അപ്പൊ നമുക്ക് തന്ന ഇക്വേഷൻ എന്താ? ആദ്യം എടുത്ത് എഴുതാം. എന്താണ് തന്നത്? y = x dy/dx plus √1 plus dy/dx all square. ഇതാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിനെ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൂട്ട് ഇല്ലാത്ത ടേംസ് ഒക്കെ ഒരു സൈഡിൽ കൊണ്ടുവന്നു. അപ്പൊ എന്താവും? y - x dy/dx = ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വന്നപ്പോൾ മൈനസ് ആയി മാറി. ഇനി ഇവിടെ എന്താ ബാക്കി ഉണ്ടാവുക? √1 plus dy/dx all square. ഇനി ഇത് റൂട്ട് ഒഴിവാക്കാൻ വേണ്ടി രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യാൻ പോവാണ്. അപ്പൊ എന്താവും? y - x dy/dx all square = √1 plus dy/dx all square. ഇനി ഇതിനെ സ്ക്വയർ ചെയ്യണം. മൊത്തത്തിൽ രണ്ട് സൈഡിലും ഒരേ ക്രിയ ചെയ്യണം. അതുകൊണ്ട് ഇവിടെ സ്ക്വയർ ചെയ്തു, ഇവിടെ സ്ക്വയർ ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് a - b all square എന്നുള്ള ഫോർമാറ്റിലാണ്. എയുടെ സ്ഥാനത്ത് y ആണ്, b യുടെ സ്ഥാനത്ത് x dy/dx ആണ്. അപ്പൊ ഇത് എക്സ്പാൻഡ് ചെയ്ത് എന്താ വരിക? a square. a square എന്ന് പറഞ്ഞാൽ y square - 2ab. 2ab എന്ന് വരുമ്പോൾ നമ്മൾ ആ ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ട് xy എന്ന് എഴുതുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ yx എന്ന് എഴുതാനും കുഴപ്പമൊന്നുമില്ല. 2xy dy/dx പ്ലസ് b സ്ക്വയർ എന്നാണ്. b യുടെ സ്ഥാനത്ത് x dy/dx ആണ്. അപ്പൊ x നെയും സ്ക്വയർ ചെയ്തു, dy/dx നെയും സ്ക്വയർ ചെയ്യണം. അപ്പൊ dy/dx നെയും സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ റൂട്ട് ഉണ്ട്, സ്ക്വയർ ഉണ്ട്. അപ്പൊ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1 പ്ലസ് dy/dx ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി നമ്മൾ ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഇക്വേഷൻ ആക്കി മാറ്റണം. അപ്പൊ അത് അറേഞ്ച് ചെയ്യാൻ പോവാണ് ഞാൻ. അപ്പൊ അത് അറേഞ്ച് ചെയ്യുമ്പോൾ എഴുതുന്നത് ശ്രദ്ധിക്കണം. ഇവിടെ dy/dx ആണ് ഡെറിവേറ്റീവ് വരുന്നത്. അതിൽ dy/dx ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് എന്താണ്?
ഇവിടെ സ്ക്വയർ ഉള്ള രണ്ടെണ്ണം കാണുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് അറേഞ്ച് ചെയ്യാൻ പോവാണ് ഞാൻ. അപ്പൊ ഇത് അറേഞ്ച് ചെയ്യുമ്പോൾ ആദ്യം അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ ടേമിനെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ ഇതെന്താവും? വൈ സ്ക്വയർ മൈനസ് 2xy dy by dx പ്ലസ് എക്സ് സ്ക്വയർ dy by dx ഓൾ സ്ക്വയർ ഈക്വൽ ടു ആ ഈക്വൽ ടു എന്നുള്ളത് നമ്മൾ മാറ്റുന്നു. ഇവിടെ ഉള്ള ടേംസിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ എന്താവും? മൈനസ് 1. ഇനി ഇത് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് dy by dx ഓൾ സ്ക്വയർ ഈക്വൽ ടു, അപ്പൊ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എല്ലാ ടേമും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താവും? 0. ഓക്കെ. ഇനി dy by dx ഓൾ സ്ക്വയർ എന്നുള്ള രണ്ടെണ്ണത്തിലുണ്ട്. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യാൻ പോകും. അപ്പൊ എന്താവും? dy by dx ഓൾ സ്ക്വയർ. അപ്പൊ അത് പുറത്തേക്ക് എടുത്താൽ ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ടാവുള്ളൂ. എക്സ് സ്ക്വയർ ഇവിടെ -1 ആയിരിക്കും ഉണ്ടാവുക. എന്നാലേ നമുക്ക് dy by dx ഓൾ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ചെയ്താൽ ഇത് കിട്ടും. dy by dx ഓൾ സ്ക്വയർ ഇൻറ്റു -1 എന്നാൽ ഇത് കിട്ടും. ഓക്കെ. അപ്പൊ ഇത് രണ്ടും കഴിഞ്ഞു. ഇനി dy by dx ഉള്ള ടേം ഇത് മാത്രമാണ്. അപ്പൊ -2xy dy by dx. ഓക്കെ, അത് എഴുതി. അപ്പൊ dy by dx ഉള്ള ടേമും കഴിഞ്ഞു. ഇനി dy by dx ഇല്ലാത്ത ടേം ഉണ്ട്, അതെടുത്ത് എഴുതുക. പ്ലസ് y സ്ക്വയർ -1 ഈക്വൽ ടു 0. ഓക്കെ. അപ്പൊ ഇത് നമ്മള് കമ്പൈൻ ചെയ്തു. അപ്പൊ ഇതൊരു എന്ത് രൂപത്തിലായി? ഒരു പോളിനോമിയൽ, അതായത് dy by dx വരുന്ന ഒരു പോളിനോമിയൽ ആയി മാറി. നമ്മൾ എക്സിൽ വരുന്ന പോളിനോമിയൽ ആണ് എഴുതലൊക്കെ ഉണ്ട്. അതേ രീതിയിൽ dy by dx വരുന്ന ഒരു പോളിനോമിയലിന്റെ രൂപത്തിലായി മാറി. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇതിലെ ഏറ്റവും വലിയ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ dy by dx ആണ്. ആ dy by dx ന്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. അപ്പൊ ഇതില് റൂട്ട് ഓഫ് ഫ്രാക്ഷൻസ് ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഡയറക്റ്റ് ഇതിന്റെ അകത്തുനിന്ന് എന്താണ് ഡിഗ്രി എന്നുള്ളത് എടുത്ത് എഴുതാൻ പറ്റും. ഓർഡർ നമുക്ക് നോക്കി കഴിഞ്ഞാൽ dy by dx ഫസ്റ്റ് ഓർഡർ ആണ്. ഡിഗ്രി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറയാ? ഏറ്റവും വലിയ ഡെറിവേറ്റീവ് dy by dx ആണ്. അതിന്റെ പവർ വരുന്നത് 2 ആണ്. അപ്പൊ എന്താ പറയാ? ദ ഡിഗ്രി ഓഫ് ദ ഇക്വേഷൻ ഈസ് 2. ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ചില കേസിൽ ഇത് പെട്ടെന്ന് നോക്കിയാൽ 2 ആണെന്ന് ആദ്യം തന്നെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ എല്ലാ കേസിലും അങ്ങനെ ശരിയാവണമെന്നില്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് ഈ രീതിയിൽ എഴുതി കണ്ടുപിടിച്ച ശേഷം മാത്രം അതിന്റെ ഡിഗ്രി എത്രയാന്ന് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റ് ആണ്. അതിലെ ഫസ്റ്റ് മെത്തേഡായ ഡയറക്റ്റ് ഇന്റഗ്രേഷൻ മെത്തേഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ മെത്തേഡിലൂടെ എങ്ങനെയാണ് സോൾവ് ചെയ്യാന്നുള്ളത്. അപ്പൊ അത് ഒരു പ്രോബ്ലം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറയുകയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, തിയറി പാർട്ടുകളൊന്നും വരുന്നില്ല. ഓക്കെ. നമ്മുടെ മെത്തേഡ്സ് ഓഫ് സൊല്യൂഷൻ, അതിൽ ആദ്യത്തെ മെത്തേഡാണ് സൊല്യൂഷൻ ബൈ ഡയറക്റ്റ് ഇന്റഗ്രേഷൻ. ഓക്കെ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് dy by dx plus 5y equal to 0. ഓക്കെ. അപ്പൊ അതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇക്വാലിറ്റി കാണുന്നുണ്ട്, അതിൽ ഡെറിവേറ്റീവ് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പൊ ഇത് നമ്മൾ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് y എത്രയാന്ന് കണ്ടുപിടിക്കണം. y-നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ, y എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു ഇക്വേഷൻ ആണ് ഈ ഇക്വേഷൻ. അതിന്റെ ആ ഇക്വേഷനിൽ നിന്ന് നമ്മൾ ആ y എന്താന്നുള്ളത് തിരിച്ച് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എടുത്ത് എഴുതി. എന്താണ്? dy by dx plus 5y equal to 0. അതിനുശേഷം dy by dx equal to 5y എന്നുള്ളത് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പൊ -5y. സ്റ്റെപ്പ് ഒക്കെ അതേപോലെ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്ത് വരുന്നു? dy equal to -5y into dx. ഇനി ശ്രദ്ധിക്കണം, എന്താ ശ്രദ്ധിക്കുന്നത്? dx എന്നുള്ള ടേമിന്റെ കൂടെ എക്സിന്റെ ടേംസ് മാത്രമേ വരാൻ പാടുള്ളൂ. അതേപോലെ dy എന്നുള്ള ടേമിന്റെ കൂടെ y വരുന്ന ടേംസ് മാത്രമേ വരാൻ പാടുള്ളൂ. ഓക്കെ. അപ്പൊ ഇവിടെ y എന്നുള്ള ടേം കാണുന്നുണ്ട് dx ന്റെ കൂടെ. അപ്പൊ ഈ y എന്നുള്ളതിനെ എങ്ങോട്ട് കൊണ്ടുവരണം? എവിടെയാണോ dy ഉള്ളത് ആ സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അവിടെ ഇൻറ്റു എന്നാണ് 5 into y എന്നാണ്. അപ്പൊ അത് ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ എന്നാവും. അപ്പൊ എന്ത് വരും? dy by y equal to -5 into dx.
ഓക്കെ, ഇനി ഇതിന്റെ രണ്ട് സൈഡ് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ രണ്ട് സൈഡും ഇന്റഗ്രൽ കൊടുക്കുന്നു. അപ്പൊ എന്ത് വന്നു? ഇന്റഗ്രൽ dy by y ഈക്വൽ ടു ഇന്റഗ്രൽ -5 ഇൻറ്റു dx എന്ന് വന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പില് വീണ്ടും ഇത് നമുക്ക് അറിയുന്ന ഒരു ഇന്റഗ്രലിന്റെ ഫോർമാറ്റിലാണ്, പക്ഷെ ഒന്നും കൂടി മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇതിനെ മാറ്റി എഴുതാണ്. എങ്ങനെ മാറ്റി എഴുതുന്നു? ഇന്റഗ്രൽ 1/y ഇൻറ്റു dy എന്നാക്കി. 1/y ഇൻറ്റു dy ഈക്വൽ ടു ഇതിലെ കോൺസ്റ്റന്റ് -5 ആണ്, അത് പുറത്തെടുത്തു, -5 ഔട്ട്സൈഡ് എടുത്തു, ഇന്റഗ്രൽ dx എന്ന് എഴുതി. ഇന്റഗ്രൽ dx എന്ന് എഴുതി. അപ്പൊ നമ്മൾ ഇന്റഗ്രൽ 1/x dx പഠിച്ചിട്ടുണ്ട്. എന്താണ്? log x ആണ്. അപ്പൊ ഇന്റഗ്രൽ 1/y dy എന്തായിരിക്കും? log y ഈക്വൽ ടു -5 ഇന്റഗ്രൽ dx എന്താണ്? ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x ആണ്. അപ്പൊ അത് x ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ഉണ്ടാവും പ്ലസ് c. ഓക്കെ, ഇനി നമ്മൾ ഇത് ഇവിടെ വെച്ച് നിർത്തരുത്. ഇത് log y എന്നാണ്. ഇതിന്റെ അകത്ത് നിന്ന് y കണ്ടുപിടിക്കണം. അപ്പൊ ഇതില് log വന്നതുകൊണ്ട് ബാക്കി ടേമിലൊക്കെ നമ്മൾ log കൊണ്ടുവരാൻ പോവാണ്. അതുകൊണ്ട് തന്നെ c എന്നുള്ളത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള അനുസരണം ആ കോൺസ്റ്റന്റ് മാറ്റി എഴുതാൻ പറ്റും. അപ്പൊ c നെ ഞാൻ മാറ്റിയിട്ട് log k എന്നാക്കാൻ പോവാ. log k, c ക്ക് ഞാൻ log k എന്ന് പേര് കൊടുക്കും. അത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ലോഗിന്റെ ടൈമിലേക്ക് കൊണ്ടുവരേണ്ടത് കൊണ്ടാണ് log k എന്ന് കൊടുക്കാൻ കാരണം. ഇനി അടുത്ത സ്റ്റെപ്പില് നമ്മളിത് മാറ്റി എഴുതാണ്. log y ഈക്വൽ ടു -5x ഇൻറ്റു 1 പ്ലസ് c ക്ക് പകരം log k എന്ന് കൊടുത്തു. ഇവിടെ ഞാൻ ഇൻറ്റു 1 കൊടുത്തിട്ടുണ്ട്. -5x ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്താ വ്യത്യാസം സംഭവിക്കുമോ? ഇല്ല. ഇനി 1 എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഓർമ്മ ഇല്ലാത്തവര് വീണ്ടും ഓർക്കുക. log e ബേസ് e, ഇത് ബേസ് e എന്നാണ് വായിക്കേണ്ടത്. log e ബേസ് e എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ 1 ആണ്. log e ബേസ് e എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ 1 ആണ്. ഞാൻ ബേസ് e എന്ന് എഴുതുന്നുണ്ടാവില്ല. ബേസ് e എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് അത് നാച്ചുറൽ ലോഗ് ആണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതെന്താ അടുത്ത സ്റ്റെപ്പില്? log y ഈക്വൽ ടു -5x ഇൻറ്റു log e എന്ന് എഴുതാം. 1 പകരം ഞാൻ log e എന്ന് എഴുതി പ്ലസ് log k. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ ഇവിടെ ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കണം. എന്താണ് ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി? a log b ഈക്വൽ ടു log b റേസ് ടു a. ഇത് നമ്മുടെ ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഇവിടെ a യുടെ സ്ഥാനത്ത് -5x ആണ്, b യുടെ സ്ഥാനത്ത് e ആണ്. ഓക്കെ, അപ്പൊ ആ ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താവും? log y ഈക്വൽ ടു log e റേസ് ടു -5x എന്ന് വന്നു. ഓക്കെ, a യുടെ സ്ഥാനത്ത് -5x ആണ്, അതുകൊണ്ടാണ് അത് e ന്റെ പവറിലേക്ക് -5x വന്നത്. പ്ലസ് log k. വീണ്ടും ലോഗരിതത്തിന്റെ അടുത്ത ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ പോവാണ്. എന്താണ്? log a പ്ലസ് log b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ log a പ്ലസ് log b എന്ന് പറഞ്ഞാൽ log a ഇൻറ്റു b എന്നാണ്. അപ്പൊ ഇത് ലോഗരിതത്തിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കുകയാണ്. അപ്പൊ ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കുമ്പോൾ ഇത് എന്തായി മാറും? വീണ്ടും log y ഈക്വൽ ടു ഇത് log a പ്ലസ് log b എന്നുള്ള ഫോർമാറ്റിലാണ്. a യുടെ സ്ഥാനത്ത് e റേസ് ടു -5x ആണ്, അതുപോലെ b യുടെ സ്ഥാനത്ത് k ആണ്. അപ്പൊ ഇതെന്തായി മാറും? log a എന്ന് പറഞ്ഞാൽ e റേസ് ടു -5x ഇൻറ്റു b എന്ന് പറഞ്ഞാൽ k ആണ്. അവിടെ കൊടുത്തു. ഇനി രണ്ട് സൈഡിലും ലോഗ് നമുക്ക് ഒഴിവാക്കാം. രണ്ട് സൈഡിലും ഒരുപോലെ ഉള്ളത് ഒഴിവാക്കാം. അപ്പൊ ഒഴിവാക്കി കഴിഞ്ഞാൽ log ആണ് ഒരുപോലെ ഉള്ളത്. ഒഴിവാക്കിയാൽ y ഈക്വൽ ടു e റേസ് ടു -5x ഇൻറ്റു k എന്ന് കിട്ടും. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ട് y ഈക്വൽ ടു k ഇൻറ്റു e റേസ് ടു -5x എന്നാക്കാം. k എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? y എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താന്ന് കിട്ടി. ഇങ്ങനെയാണ് ഇത് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. ഈ മെത്തേഡിനാണ് നമ്മൾ ഡയറക്റ്റ് ഇന്റഗ്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് അത്ര സിമ്പിൾ അല്ല. നമ്മൾ കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കണം കുറച്ച് കാര്യങ്ങൾ. എന്തൊക്കെ? ലോഗരിതത്തിന്റെ രണ്ട് പ്രോപ്പർട്ടി അറിയണം. log e എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ 1 ആണെന്ന് അറിയണം. ഓക്കെ, അതുപോലെ ഫണ്ടമെന്റൽ റിസൾട്ട് അറിയണം ഇന്റഗ്രേഷന്റെ. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ മെത്തേഡ് എല്ലാവരും നന്നായിട്ട് പഠിക്കാതെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. ഇതേ മെത്തേഡ് തന്നെ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: സോൾവ് dy by dx equal to ky. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇതേ സ്റ്റെപ്സ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ആദ്യം ഇത് എടുത്ത് എഴുതി,
dy ബൈ dx ഈക്വൽ ടു ky. അതിനുശേഷം dy ഈക്വൽ ടു ky ഇൻറ്റു dx. ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ടത് dx എന്നുള്ള ടൈമിന്റെ കൂടെ എക്സിന്റെ ടൈമേ വരാൻ പാടുള്ളൂ. ഇവിടെ y ഉണ്ട്, അത് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ dy ബൈ y ഈക്വൽ ടു k ഇൻറ്റു dx. ഇവിടെ k എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇന്റഗ്രൽ dy ബൈ y ഈക്വൽ ടു ഇന്റഗ്രൽ k ഇൻറ്റു dx എന്ന് കിട്ടി. ഇനി നമുക്കിത് അറിയുന്ന ഒരു ഫോമാറ്റിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്റഗ്രൽ 1 ബൈ y dy ഇങ്ങനെ എഴുതണം നിർബന്ധമില്ല, അത് അറിയാത്തവർക്ക് മനസ്സിലാവാനാണ് ഇങ്ങനെ എഴുതുന്നത്. ഈക്വൽ ടു ഇതിലെ കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുത്തു k ഇന്റഗ്രൽ dx എന്ന് എഴുതി. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ പഠിച്ച ഫണ്ടമെന്റൽ റിസൾട്ട് ആണ്. ഇന്റഗ്രൽ 1 ബൈ x dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ log x ആണ്. അതുപോലെ ഇന്റഗ്രൽ 1 ബൈ y dy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ log y ഈക്വൽ ടു k ഇൻറ്റു ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x ആണ് പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ c എന്ന് പറയും. അപ്പൊ ഈ ഇക്വേഷനിൽ ലോഗ് വന്നു. അപ്പൊ ഇതിൽ നിന്ന് y കണ്ടുപിടിക്കണമെങ്കിൽ ബാക്കി ടേംസിനൊക്കെ ലോഗിലേക്ക് കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് ഞാൻ c എന്നുള്ളതിനെ log a എന്ന് എടുത്തു. അവിടെ k ഉള്ളത് കൊണ്ടാണ് ഞാൻ a എന്ന് എടുത്തത്. നിങ്ങൾക്ക് എന്ത് ആൽഫബറ്റ് വേണമെങ്കിലും എടുക്കാം. ഞാൻ log a എന്ന് എടുത്തു. ഓക്കെ, c ക്ക് log a എന്ന് വരുള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ log y ഈക്വൽ ടു kx ഇൻറ്റു 1 ആക്കി പ്ലസ് ലോഗ് എ എന്ന് എഴുതി. സിക്ക് പകരം ലോഗ് എ എന്ന് എഴുതി. ഇനി 1 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്, ലോഗ് ഇ ബേസ് ഇ ആണെങ്കിൽ അതിന്റെ വാല്യൂ 1 ആണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്കറിയാം. അപ്പൊ അത് വെച്ചിട്ട് 1 നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. ലോഗ് y ഈക്വൽ ടു k ഇൻറ്റു എക്സ് ഇൻറ്റു ലോഗ് ഇ എന്ന് എഴുതുന്നു. ബേസ് എഴുതുന്നില്ല എന്നുള്ളത് ബേസ് ഇ ആണെന്ന് മനസ്സിലാക്കണം. പ്ലസ് ലോഗ് എ. അപ്പൊ നമ്മളിവിടെ ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നു. ഇവിടെ എന്താണ്, a log b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്, log b റേസ് ടു a. അപ്പൊ ഈ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ മാറും, log y ഈക്വൽ ടു log e റേസ് ടു kx പ്ലസ് log a എന്ന് കിട്ടും. കാരണം a യുടെ സ്ഥാനത്ത് kx ആണ്, b യുടെ സ്ഥാനത്ത് e ആണ്. അതുകൊണ്ടാണ് ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് ഇത് log e റേസ് ടു kx എന്നായി മാറി. ഇനി വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ വീണ്ടും അടുത്ത ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ പോവാണ്. എന്താണ്, log a പ്ലസ് log b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ log a ഇൻറ്റു b എന്നാണ്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി വീണ്ടും നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പൊ ഇവിടെ a യുടെ സ്ഥാനത്ത് e റേസ് ടു kx ആണ് പ്ലസ് log b എന്ന് പറയുന്ന b യുടെ സ്ഥാനത്ത് a ആണ്. അപ്പൊ എന്താവും, log y ഈക്വൽ ടു log ബ്രാക്കറ്റ് കൊടുത്തു a എന്ന് പറഞ്ഞാൽ e റേസ് ടു kx ആണ്, b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a ആണ് ഇൻറ്റു a. ഇനി രണ്ട് സൈഡിലും ലോഗ് നമ്മൾ ഒഴിവാക്കുന്നു. അപ്പം y ഈക്വൽ ടു e റേസ് ടു kx ഇൻറ്റു a എന്ന്. അതായത് y ഈക്വൽ ടു കോൺസ്റ്റന്റ് ഞാൻ ആദ്യം എഴുതി a ഇൻറ്റു e റേസ് ടു kx എന്ന് എഴുതാം. അപ്പൊ ഇതാണ് നമ്മളെ വാല്യൂ. ഇങ്ങനെയാണ് y കണ്ടുപിടിക്കുക. അപ്പൊ ഇത്രയും സിമ്പിൾ ആണ്. ഒരേ സ്റ്റെപ്പ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതേ സ്റ്റെപ്പ് തന്നെയാണ് എന്നുള്ളത് നമ്മൾ വീണ്ടും വീണ്ടും എടുത്ത് നോക്കി കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പ്രോബ്ലം കൂടി ഇതേ രീതിയിൽ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. ഇതേ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്, ഇതേ സ്റ്റെപ്പ് തന്നെയാണ് ഫോളോ ചെയ്യാൻ പോകുന്നത്. നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. സോൾവ് dq ബൈ dt ഈക്വൽ ടു 5/2q. dy ബൈ dx ന് പകരം ഇവിടെ q നായുണ്ട്, ഇവിടെ t നായുണ്ട്. അത്രേ വ്യത്യാസം വരുന്നുള്ളൂ. ഇതേ സ്റ്റെപ്പ് തന്നെയാണ് ഫോളോ ചെയ്യുക. അപ്പൊ എന്താ ചെയ്യുക, ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതി dq ബൈ dt ഈക്വൽ ടു 5/2q. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ dq ഈക്വൽ ടു 5/2q ഇൻറ്റു dt എന്ന്. അപ്പൊ ഇവിടെ dt എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ t യിലുള്ള ടേംസേ വരാൻ പാടുള്ളൂ. dx എന്ന് വന്നു കഴിഞ്ഞാൽ x ലുള്ള ടേംസേ വരാൻ പാടുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ dt എന്ന് വന്നു കഴിഞ്ഞാൽ t മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ q ഉണ്ട്. അപ്പൊ q എന്നുള്ള ടേമിനെ നമ്മൾ dq എന്നുള്ള സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ എന്താവും, dq ബൈ q ഈക്വൽ ടു 5/2 dt എന്ന്. ഇനി ഇതിനെ രണ്ട് സൈഡിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഇന്റഗ്രൽ dq ബൈ q ഈക്വൽ ടു ഇന്റഗ്രൽ 5/2 dt എന്ന്. ഇനി നമ്മൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പും കൂടി ആദ്യം എഴുതുന്നു. ഇന്റഗ്രൽ 1/q dq ഈക്വൽ ടു കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുത്തു 5/2 ഇന്റഗ്രൽ dt എന്ന്. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ ഇത് എന്തായിട്ട് മാറും,
1/x dx നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ 1/x dx എന്നാണെങ്കിൽ ഇന്റഗ്രലിനുള്ളിൽ നമുക്ക് എന്താ കിട്ടുക? log x എന്നാണ് കിട്ടുക. അതുപോലെ 1/q dq എന്നാണെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും? log q എന്ന് കിട്ടും. അപ്പോൾ ഇത് നെക്സ്റ്റ് സ്റ്റെപ്പില് log q ഈക്വൽ ടു 5/2 ഇന്റഗ്രൽ dx ആണെങ്കിൽ x എന്നാണ് കിട്ടുക. അപ്പോൾ ഇന്റഗ്രൽ dt ആണെങ്കിൽ എന്തായിരിക്കും കിട്ടുക? ഇവിടെ x ആയപ്പോൾ x എന്നാണ് കിട്ടിയത്. അപ്പോൾ dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ t എന്ന് കിട്ടും. t പ്ലസ് കോൺസ്റ്റന്റ് c. ഇനി ഇവിടെ log വന്നു കഴിഞ്ഞാൽ അതിലൊക്കെ log കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് ഞാൻ c എന്നുള്ളതിനെ log k എന്ന് എടുത്തു. അത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമ്മൾ ലോഗിലുള്ള ഒരു കോൺസ്റ്റന്റ് ആക്കി മാറ്റി. ഇനി അടുത്ത സ്റ്റെപ്പില് ഇതിനെ log q ഈക്വൽ ടു 5/2 t into 1 ആക്കി പ്ലസ് log k എന്ന് എഴുതി. ഇനി 1 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? log e ബേസ് e ആണ് 1 എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആ 1 ന് പകരം log e എന്ന് കൊടുക്കാൻ പോവാണ്. അടുത്ത സ്റ്റെപ്പിൽ log q ഈക്വൽ ടു 5/2 t log e എന്ന് എഴുതി. 1 ന് പകരം log e എന്ന് എഴുതി പ്ലസ് log k. അപ്പൊ വീണ്ടും ഇവിടെ ലോഗരിതത്തിന്റെ ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കുകയാണ്. നമ്മൾ പഠിച്ച പ്രോപ്പർട്ടിയാണ് log a log b ഈക്വൽ ടു log b raised to a. a log b equal to log b raised to a. അപ്പോൾ ഇവിടെ a യുടെ സ്ഥാനത്ത് 5/2 t ആണ്, b യുടെ സ്ഥാനത്ത് e ആണ്. അപ്പോൾ ഇത് എന്തായി മാറും? log q equal to log e പവർ 5/2 t പ്ലസ് log k എന്ന് കിട്ടും. ഓക്കെ, വീണ്ടും ഇവിടെ ലോഗരിതത്തിന്റെ ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കുകയാണ് log a പ്ലസ് log b. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും നമ്മൾ ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി എഴുതുന്നു log a പ്ലസ് log b ഈക്വൽ ടു log a b എന്ന്. അപ്പൊ ഇവിടെ a യുടെ സ്ഥാനത്ത് e raised to 5/2 t ആണ്, അതേപോലെ b യുടെ സ്ഥാനത്ത് k ആണ്. അപ്പൊ ഇതെന്തായി മാറും? log q ഈക്വൽ ടു log ബ്രാക്കറ്റ് കൊടുക്കുന്നു e raised to 5/2 t into b എന്ന് പറഞ്ഞാൽ k ആണ്, ഇവിടെ into k ആണ്. ഓക്കെ, അപ്പൊ രണ്ട് സൈഡിൽ log ഒഴിവാക്കുന്നു. അപ്പൊ q ഈക്വൽ ടു e raised to 5/2 t into k എന്ന് കിട്ടും. ഇനി ഇതൊരു ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ട് q ഈക്വൽ ടു k into e raised to 5/2 t എന്ന് എഴുതാം. അപ്പൊ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇവിടെ q എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടിയിലെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിയത്. ഇതാണ് ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ നമ്മൾ വിത്ത് റെസ്പെക്ട് ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇത് കിട്ടിയത്. അത് നമ്മൾ റിവേഴ്സ് പോയതാണ്, എന്നിട്ട് ആ ഫംഗ്ഷൻ എന്താന്ന് കണ്ടുപിടിച്ചു. അപ്പൊ ഇതാണ് ഡയറക്റ്റ് ഇന്റഗ്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതാണ് സൊല്യൂഷൻ ബൈ ഡയറക്റ്റ് ഇന്റഗ്രേഷൻ. ഓക്കെ, അപ്പൊ ഇത് നന്നായിട്ട് പഠിച്ചിരിക്കുക, എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ കണ്ടത് എന്താണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന കൺസെപ്റ്റിന്റെ ഫസ്റ്റ് പാർട്ടാണ് കണ്ടത്. ഈ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്തൊക്കെ കണ്ടു? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കി, അതിന്റെ ഡെഫിനിഷൻ എന്താന്ന് കണ്ടു. അതിനുശേഷം ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്താന്ന് മനസ്സിലാക്കി, അതുപോലെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി എന്താന്നുള്ള കൺസെപ്റ്റും മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ മെത്തേഡ്സ് ഓഫ് സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് വന്നു. അതിൽ ആദ്യത്തെ മെത്തേഡ് ആയിട്ടുള്ള ഡയറക്റ്റ് ഇന്റഗ്രേഷൻ മെത്തേഡാണ് നമ്മൾ കണ്ടത്. അതിന്റെ എക്സാമ്പിൾസ് കണ്ടു. അപ്പൊ ഇത് നന്നായിട്ട് എല്ലാവരും കൃത്യമായി മനസ്സിലാക്കുക. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി ഉടനെ കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്, ശ്യാം പ്രസാദ്.